ഇന്ന് ജീവിതശൈലി രോഗമാണല്ലോ ഏറ്റവും വലിയ രോഗങ്ങൾ നമ്മുടെ മുൻപിലുള്ള. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് അങ്ങ് മനസ്സിലാവില്ല. അവർ ഇത് പ്രശ്നമുണ്ട്, അപ്പോൾ കൊളസ്ട്രോൾ കൂടി അതിനൊരു മരുന്ന് തരൂ, പ്രഷർ കൂടി അതിനൊരു മരുന്ന് തരും എന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഒരുപാട് പേഷ്യൻസ് വരുന്നത്. ഞാനിവരോട് പറയും, ഞങ്ങൾ ഡോക്ടേഴ്സ് നിങ്ങളൊരു പ്രഷറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മരുന്ന് തരും, ആ ഒരു മരുന്ന് കൊണ്ട് പ്രഷർ കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ 2 മരുന്നാക്കും, അങ്ങനെ മരുന്ന് കൂട്ടിപ്പോവും. ആ പ്രഷറിൻ്റെ കൂടെ നിങ്ങൾ കൊളസ്ട്രോളുമായിട്ട് വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് വേറെ മരുന്ന് തരും, അതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു രോഗമായിട്ട് വന്നാൽ അതിന് ഞങ്ങൾ രോഗങ്ങളുമായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കൂട്ടി തരും. പക്ഷേ ഇന്ന് ഏതൊരു സാധാരണ വ്യക്തിയും എടുക്കേണ്ട തീരുമാനം എന്ന് വെച്ചാൽ ഈ രോഗങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ പ്രഷറുണ്ട് അതിനൊരു മരുന്ന് കഴിക്കുക, കൊളസ്ട്രോൾ ഉണ്ട് അതിന് വേറെ മരുന്ന് കഴിക്കുക, ഷുഗർ ഉണ്ട് അതിന് വേറെ മരുന്ന് കഴിക്കുക എന്നതിന് ബദൽ ഈ മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഇല്ലാതെ ഞാൻ എങ്ങനെ നോക്കും, അത് എൻ്റെ ഭക്ഷണത്തിൻ്റെ രീതിയിൽ കൂടി അല്ലെങ്കിൽ എൻ്റെ വ്യായാമം മൂലം അല്ലെങ്കിൽ മറ്റ് ജീവിതചര്യയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ഈ മരുന്നിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പക്ഷേ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. ഞാൻ ഒരുപാട് ആളോട് ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ കുറേ പ്രശ്നങ്ങളായിട്ട് വന്ന് നിങ്ങൾ നോക്കേണ്ടത് ഇതൊക്കെ വലിയ രോഗമായ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നതിന് കാരണമാകാൻ പോകുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ ഇപ്പോഴെന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യാം, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ മരുന്ന് കൂട്ടി പോകുക എന്നുള്ളതല്ല. പക്ഷേ ഡോക്ടേഴ്സ് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന കൂടുതൽ മരുന്ന് തരിക. അപ്പോൾ അതാണ് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആളുകൾക്ക് കൊടുക്കുന്നത്. ഇതിനകത്ത് വേറെ ചില ആൾക്കാർ വരുമ്പം ആൾക്കാർ മോട്ടിവേറ്റ് ആയിരിക്കും. പ്രഷർ കണ്ടെത്തി അല്ലെങ്കിൽ കൊളസ്ട്രോൾ കണ്ടെത്തി വന്നു, മരുന്ന് എഴുതി വാങ്ങിച്ചു. കുറച്ച് ഇപ്പം ഒരിക്കൽ നമ്മൾ ഈ ഒരു അസുഖങ്ങളെല്ലാം ജീവിതശൈലി രോഗങ്ങൾ എല്ലാത്തിൻ്റെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി ഇതിനെ മരുന്നില്ലാത്ത രീതിയിൽ ചികിത്സിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതായത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, തെറാപ്യൂട്ടിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വഴി നമുക്ക് പ്രമേഹം ചെറിയ രീതിയിൽ ഷുഗർ കൂടി, അപ്പം വെയിറ്റ് കുറച്ച് വ്യായാമം ചെയ്ത് ആഹാരത്തിൽ ക്രമീകരണങ്ങൾ വരുത്തി ഷുഗർ കൺട്രോൾ ആവാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ കൊളസ്ട്രോൾ നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്തു, ഡയറ്റിൽ കൺട്രോൾ ചെയ്തു, ചീത്ത കൊളസ്ട്രോൾ LDL എന്നുള്ള കൊളസ്ട്രോൾ നമുക്ക് അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റിയാൽ മരുന്ന് ഒഴിവാക്കാം. പക്ഷേ ഒരിക്കൽ ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ പരാജയപ്പെട്ടു, നമ്മൾ 3 മാസം ഇതൊക്കെ നോക്കി പറ്റിയില്ല, നമുക്ക് റിസ്ക് ഫാക്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ പിന്നെ മരുന്ന് ലൈഫ് ലോങ് ആണ്. പിന്നെ കാരണം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് സിംറ്റം വരില്ല. സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇനി ഞാൻ മരുന്നേ കഴിക്കില്ല അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഒരു വാശി പിടിക്കും, ഭയങ്കര ഹൈ ഷുഗർ ആയിരിക്കും, ഭയങ്കര ഹൈ പ്രഷർ ആയിരിക്കും, ഭയങ്കര ഹൈ കൊളസ്ട്രോൾ ആയിരിക്കും. ആ സ്റ്റേജിൽ എത്തിയിട്ട് അല്ല മരുന്ന് കഴിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന ആളുകളുണ്ട്. അത് കൂടുതൽ ഡേഞ്ചറാണ്. പക്ഷെ നമ്മളുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അത്തരം സാഹചര്യത്തിലേക്ക് എത്താതിരിക്കുക. മറ്റൊരു ഇതുണ്ട്, ഞാൻ ഈ ഡയബറ്റിസ് ഫസ്റ്റ് ടൈം ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, ശരി ഡോക്ടറെ മരുന്ന് തുടങ്ങുക എന്ന് പറയുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ മരുന്ന് തുടങ്ങുകയല്ല, നിങ്ങൾക്ക് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അതിലൊന്നാണ് ഹാർട്ട് അറ്റാക്ക്. കണ്ണിന് കാഴ്ചക്ക് പോകും, കാലിലേക്കുള്ള രക്തോട്ടം പോകും, കിഡ്നിക്ക് പ്രശ്നം വരും, നെഫ്രോപ്പതി, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. നമ്മൾ ഒരു ഡയബറ്റിസ് ഒരു 40 വയസ്സിൽ അയാൾക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാൾ സ്ട്രിക്റ്റായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് 50 വയസ്സ് വരെ മരുന്ന് കഴിക്കാതെ നിൽക്കാം. 50 വയസ്സ് കഴിഞ്ഞാൽ ഡയബറ്റിസ് വന്നത് എന്തായാലും പോകാൻ പോകുന്നില്ല. 50 വയസ്സിൽ നമ്മളതിനെ മരുന്ന് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ 60 വയസ്സ് വരെ നമുക്കൊരു മിനിമം മെഡിസിൻ അത് കൺട്രോൾ ചെയ്ത് പിന്നീട് അതിൻ്റെ കോംപ്ലിക്കേഷൻ തുടങ്ങി 70 വയസ്സിൽ കോംപ്ലിക്കേഷൻ എത്തി വരുമ്പോൾ ഒരു നാച്ചുറൽ ലൈഫ് ആയല്ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രയും പെട്ടെന്ന് രോഗം വന്ന് എത്രയും പെട്ടെന്ന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബദലായിട്ട് ആ രോഗത്തിന് നമ്മൾ ഒരു മാക്സിമം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ അങ്ങോട്ട് തള്ളിവിടുക. നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞാൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിലേ ചെയ്യാൻ പറ്റും, മരുന്നിൻ്റെ കോംപ്ലിക്കേഷനും രോഗത്തിൻ്റെ കോംപ്ലിക്കേഷനും ഡിലേ ചെയ്യാൻ പറ്റും. പിന്നീട് നാച്ചുറലി ഒരു നാച്ചുറൽ ഹിസ്റ്ററി എന്ന് എല്ലാവരും മരിക്കാൻ പോകുന്നതാണ്. പക്ഷേ ഒരു ഓൾഡ് ഏജിലേക്ക് അതിനെ തള്ളിവിടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ ഈ നമ്മൾ പറയുന്ന എല്ലാ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നിനും വലിയ ലക്ഷണങ്ങളില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഷുഗർ പറയുകയാണെങ്കിലും കൊളസ്ട്രോൾ പറയുകയാണെങ്കിലും പ്രഷർ പറയുകയാണെങ്കിലും ഒന്നിനും രോഗിക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തോന്നണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രശ്നം കണ്ടെത്തിയാൽ അത് ഫ്രീക്വൻ്റ്ലി മോണിറ്റർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അത് ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു 3 മാസത്തിലോ 6 മാസത്തിലോ ഉള്ള ഒരു വിസിറ്റ് അല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്യാൻ ഇപ്പോൾ സംവിധാനങ്ങളുണ്ട്. ഇപ്പം ഷുഗർ ആയാലും പ്രഷർ ആയാലും എപ്പോഴും വീട്ടിൽ ചെക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ആക്യുറേറ്റും. ഹോസ്പിറ്റലിൽ വരുമ്പോൾ മിക്കവരും സ്ട്രെസ്ഡ് ആയിരിക്കും, അവരുടെ BP ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഉള്ള കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ രോഗി ഒരു ഹാർട്ട് അറ്റാക്ക് അഡ്മിറ്റ് ആകുമ്പോൾ അയാളുടെ ഷുഗർ അതിൻ്റെ ഭാഗമായി തന്നെ ചിലപ്പോൾ കൂടുതലാവും. പക്ഷേ ഇതൊക്കെ ആക്ച്വലി വീട്ടിൽ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് ഷുഗർ അവിടെ വെച്ചാലും ചെക്ക് ചെയ്ത് അതിൽ വെച്ച് കാണുന്ന വ്യതിയാനങ്ങളുള്ളത് കൺട്രോൾ ആയില്ലെങ്കിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക മാത്രമല്ല, മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലറായി കഴിക്കുകയും നമുക്ക് അതിൻ്റെതായിട്ട് എല്ലാത്തിനും പർട്ടിക്കുലർ ടാർഗറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ നമുക്ക് 130-80 താഴെ നിർത്താൻ നോക്കണം. ഷുഗർ എന്ന് വെച്ചാൽ നമ്മുടെ HbA1c 7 താഴെ നിൽക്കാൻ നോക്കണം. LDL എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ നമുക്ക് ഒരിക്കൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ 70 താഴെ നിർത്താൻ നോക്കണം. ആ ഒരു ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുകയും വേണം, ആ ടാർഗറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ മരുന്നിൻ്റെ ഡോസും കുറയ്ക്കാൻ പറ്റും.
ഇപ്പം നിങ്ങൾക്ക് വാശി പിടിച്ച് ഞാൻ മരുന്ന് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറയുന്നതിന് ബദലായിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് ലൈഫ് സ്റ്റൈലിൽ നന്നായിട്ട് മോഡിഫിക്കേഷൻ, ഡയറ്റ് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ ഡോസേജ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷനിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്ലസ് മെഡിസിൻ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരിക്കലും മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താൽ ഈ എല്ലാ മെഡിസിൻസും, ഒരു മെഡിസിൻ നമുക്ക് 100% സേഫാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പീരിയോഡിക്കലി നമ്മൾ ബാക്കി ബ്ലഡ് ടെസ്റ്റുകൾ, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, നമ്മൾ അതേപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ വാല്യൂസ്, ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഈ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് ഒരു ഡോക്ടറിനെ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തിലോ വർഷത്തിലൊരിക്കൽ ഒന്ന് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മരുന്നിന് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക മാത്രമല്ല മരുന്ന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ, സൈഡ് ഇഫക്ട്സ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഏകദേശം ഇപ്പോൾ ഒരു 40+ ഒക്കെ ആവുകയാണെങ്കിൽ ഒരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ചെക്കപ്പ് നടത്താം. നേരെ മറിച്ച് റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ആളുകൾ ഫ്രീക്വൻസി കുറച്ചും കൂടി ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്തവർക്ക് എപ്പോഴെങ്കിലും കാണിച്ചാൽ, പക്ഷേ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ അത് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മളതിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ മരുന്നിൻ്റെ ഡോസേജ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഓരോരോ ആളുകൾക്കും വ്യത്യസ്തമുണ്ടാവും. പിന്നെ ആ രോഗിക്കുള്ള ആ രോഗത്തിൻ്റെ അളവനുസരിച്ച് കൂടിയാണ്. അപ്പോൾ അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ആളുകൾ ഈ ലക്ഷണത്തിന് വന്നിട്ട് നെഗ്ലക്റ്റ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ഇന്ന് ഒരു കാർഡിയോളജിസ്റ്റ് ഇവിടെ നിന്നല്ല ലോകത്ത് മൊത്തം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവർ ചെസ്റ്റ് പെയിൻ ഈ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗ്യാസ് ആണെന്ന് ആദ്യം എല്ലാവരും അങ്ങ് തീരുമാനിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൽ വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് റിയൽ ചെസ്റ്റ് പെയിൻ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വേറെ പല സിംറ്റംസ് ഉണ്ടാകും. ഒരു ഉദാഹരണത്തിന് നെഞ്ചിലൊരു ഭാരം കുടുങ്ങിയ പോലെ, അല്ലെങ്കിൽ ഗ്യാസ് കുടുങ്ങിയ പോലെ, ഒരു എരിച്ചിൽ പോലെ. അപ്പോൾ ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ സിംറ്റമും ഇതിനും കുറേ റിസംബ്ലൻസ് ഉള്ളത് കാരണം ആളുകൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ഹൈ പ്രഷർ, കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് ഇത്തരം സിംറ്റംസ് വന്നാൽ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. അത്തരം സിംറ്റംസിന് നമ്മൾ ഉടനെ, കാരണം ഒരുപാട് ആളുകൾ വളരെ ലേറ്റായിട്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ എത്താനുള്ള കാരണം അവർ സ്വയമായിട്ടൊരു ഗ്യാസിന് ചികിത്സിക്കും. പക്ഷേ ഗ്യാസിന് സാധാരണ നമ്മൾ ചികിത്സിക്കുന്ന മരുന്ന് കൊണ്ടും ഗുണമുണ്ടായിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ പലരും പറയും എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടായി, പക്ഷേ അതിൻ്റെ ഒരു 5 ദിവസം മുമ്പ് ഒരു എക്കോ ECG ചെയ്തു, അത് നോർമലായിരുന്നു. ശരിക്കും ആ സമയത്തെ എക്കോയോ ECGയോ ആ ചെയ്യുന്ന സമയത്തുള്ള ഹാർട്ടിലുള്ള സ്ഥലത്തുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വരുന്നതായതുകൊണ്ടും രക്തധമനിയിൽ പെട്ടെന്ന് കൊഴുപ്പ് പൊട്ടി ക്ലോട്ട് വരുന്നതായതുകൊണ്ടും ആ പെയിൻ ഉള്ള സമയത്തുള്ള ECGയിൽ മാത്രമേ വേരിയേഷൻ കാണുള്ളൂ. ചിലപ്പോൾ ആ സമയത്തുള്ള എക്കോയിൽ മാത്രമേ വേരിയേഷൻ കാണുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു ജീവിതശൈലിയും അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും രോഗം വന്നാൽ അതിനെ സധൈര്യം അതിന് കൺട്രോൾ ചെയ്യാനുള്ള ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുകയും ഇനി അതിനപ്പുറമാണ് രോഗമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഡോസിൽ കറക്റ്റ് സമയത്ത് നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മെസ്സേജാണ് നമ്മുടെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്.